താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ചൊവ്വര സെന്റ് മേരീസ് പള്ളിയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ മെയ് 1 ആഘോഷിക്കും. പെരിയാറിന്റെ തീരത്ത് AD 1025 സ്ഥാപിതമായ ഈ ദേവാലയത്തിലെ തിരുനാൾ ജാതി മതഭേദമന്യേ നാടിന്റെ ഉത്സവമായാണ് ആഘോഷിച്ചു വരുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. അവരുടെയും വികാരിച്ചിൻ്റെയും നേതൃത്വത്തിൽ 50 അംഗ കമ്മിറ്റിയാണ് തിരുനാളിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഈ പള്ളി 1025 AD 1025 സ്ഥാപിതമായത്. പിന്നീട് പലപ്പോഴായിട്ട് പുതുക്കി പണിതിട്ടുണ്ട്. എങ്കിലും ഈ കാണുന്ന മനോഹരമായ ദേവാലയം 2012 ഏപ്രിൽ 21 കൂദാശ ചെയ്യപ്പെട്ടത്. അന്ന് ആലഞ്ചേരി പിതാവാണ് കൂദാശകർമ്മം നടത്തിയത്. അന്നത്തെ വികാരി ഫാദർ മൈപ്പാൻ ജോസ് ആയിരുന്നു. 11 വർഷവും 7 മാസവും ഈ സ്ഥലത്ത് ആയിരുന്നു. ഇല്ലായ്മയിൽ നിന്നും ഇത്രയും മനോഹരമായൊരു ദേവാലയം പടുത്തുയർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ അധ്വാനവും ഇടവജനങ്ങളുടെ സഹകരണവും കൊണ്ടാണ്. അങ്ങനെ ഈ കാണുന്നൊരു ദേവാലയം പടുത്തുയർത്താനായിട്ട് സാധിച്ചു. ചൊവ്വര സെന്റ് മേരീസ് പള്ളിയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മധ്യസ്ഥ തിരുനാൾ മെയ് 1 ആഘോഷിക്കും. പെരിയാറിന്റെ തീരത്ത് AD 1025 സ്ഥാപിതമായ ഈ ദേവാലയത്തിലെ തിരുനാൾ ജാതിമതഭേദമന്യേ നാടിന്റെ ഉത്സവമായാണ് ആഘോഷിക്കുന്നത്. ഏപ്രിൽ 21 വൈകിട്ട് നൊവേനയും ദിവ്യബലിയോടും കൂടി തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 29 കൊടികയറ്റവും ദിവ്യബലിയും നടക്കും. 30 ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് പട്ടണ പ്രദക്ഷിണവും ഉണ്ടാകും. മെയ് 1 രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാന, പ്രദക്ഷിണം, 11 മണിക്ക് നേർച്ച സദ്യ എന്നിവ ഒരുക്കും. പുതുക്കിപ്പണിത ദേവാലയത്തിന്റെ കൂദാശയുടെ 14ാം വാർഷികം ഈ വർഷം ആഘോഷിക്കുന്നുണ്ട്. ശർക്കര തുലാഭാരം, വിശുദ്ധന്റെ വടി എഴുന്നള്ളിക്കൽ, ശിശുക്കളുടെ ആദ്യ ചോറൂണ് എന്നിവ തിരുനാളിന്റെ പ്രധാന വഴിപാടുകളാണ്. വെഞ്ചരിച്ച നേർച്ചപ്പായസം ടിന്നുകളിലാക്കി വിതരണം ചെയ്യുന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. തിരുനാളിൻ്റെ പന്തലിടലായാലും നേർച്ചപ്പായസം ഒരുക്കാനായാലും ഭക്ഷണം ഒരുക്കാനായാലും ശ്രമദാനം ചെയ്യാനായിട്ട് എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ പ്രധാന നേർച്ചപ്പായസമാണ്. അതോടൊപ്പം തന്നെ തുലാഭാരം എന്ന ചടങ്ങും ഇവിടെ നടത്തുന്നുണ്ട്. അത് 21 തീയതി, ഏപ്രിൽ 21 അത് ആരംഭിക്കും. വികാരി ഫാദർ തോമസ് നരികുളം, ട്രസ്റ്റിമാരായ സിജോ കല്ലറയ്ക്കൽ, ജോബി ഊരിൽ, ജനറൽ കൺവീനർ സാബു മത്തായി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 51 അംഗ കമ്മിറ്റി തിരുനാൾ ആഘോഷങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. ഏപ്രിൽ 30 വ്യാഴാഴ്ച 5 മണിക്ക് പ്രസിദ്ധി വാഴ്ച, അത് കഴിഞ്ഞ് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, തുടർന്ന് പ്രൗഢഗംഭീരമായ പട്ടണ പ്രദക്ഷിണം. പിന്നെ തിരുനാൾ ദിനം മെയ് 1 മെയ് 1 നമ്മൾ 6 കുർബാനകളുണ്ടാവും. രാവിലെ 7 മണി തുടങ്ങിയിട്ട് വൈകിട്ട് 4:30 വരെ കുർബാനകളുണ്ട്. അതിൻ്റെ സമയത്ത് 11 മണിക്ക് 9 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, ഫാദർ ജോസ് മൈപ്പാൻ. 11 മണിക്ക് നേർച്ച സദ്യ വെഞ്ചിരിപ്പ്, ഫൊറോനകാരി ജോയി കണ്ണമ്പുഴ. തിരുക്കുടുംബത്തിൻ്റെ നേർച്ചസദ്യ വിളമ്പലും പുതുവസ്ത്രദാനവും. അതിനെ തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് ആദ്യ ചോറൂട്ട്. അതിനുശേഷമാണ് നേർച്ചസദ്യ തുടങ്ങുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ തോമസ് നരികുളം, ട്രസ്റ്റിമാരായ സിജോ കല്ലറയ്ക്കൽ, ജോബി ഊരിൽ, വൈസ് ചെയർമാൻ വർഗീസ് തോട്ടുങ്കൽ, ദേവാലയ ശുശ്രൂഷി ഫ്രാൻസിസ് മുനേലി, ജനറൽ കൺവീനർ സാബു മത്തൈ ചെറുതുരുത്തി, ജോയിന്റ് കൺവീനർ വർക്കി തൈക്കാനത്ത്, സെക്രട്ടറി റോളി ആന്റണി ചെറുതുരുത്തി, ജോയിന്റ് സെക്രട്ടറി സിന്ധു തങ്കച്ചൻ കോലഞ്ചേരി, പബ്ലിസിറ്റി കൺവീനർ ഹെല്ലി സെറിയക് നടമേൽ എന്നിവർ പങ്കെടുത്തു.